പുതിയ പ്രവാസ കാഴ്ചകളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഒരു US ബേസ്ഡ് കമ്പനി ഉണ്ട്, ബേക്കർ ക്രീക്ക്. അവരെ ഇറക്കുന്ന ഓറഞ്ച് ഐസിക്കൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത്. ഇത് ഗ്രീൻ സീബ്ര എന്ന് പറയും. അതിൻ്റെ ഇത് വരുന്നത് ഇത് ബ്ലൂ ബ്യൂട്ടി ടൊമാറ്റോ. ഇത് ശരിക്കും ഡാർക്ക് പേർപ്പിൾ കളർ ഉണ്ടാവുക. ലോകത്തിലെ ഏറ്റവും ചെറിയ തക്കാളി മുതൽ ഏറ്റവും വിലയേറിയ തക്കാളി വരെ വിളയുന്ന ഒരു വില്ലയിലാണ് നമ്മളുള്ളത്. ഷാർജയിലാണ് ഈ വില്ല. കണ്ണൂർ സ്വദേശിയായ സയ്യിദാണ് ആ വില്ലയുടെ ഉടമ. എത്ര ഇനം ഉണ്ടെന്നാണ് പറഞ്ഞത്? 79 ഇനം തക്കാളിയാണ് ഇവിടെ ഉള്ളത്. ഈ ഏറ്റവും ചെറിയ തക്കാളി ഇതാണ് വൺ ഓഫ് ദ ടേസ്റ്റ് സ്പൂൺ ടൊമാറ്റോ എന്ന് വേൾഡിൽ പറയുന്നത്. ഇതിൽ നിന്ന് തുടങ്ങി ജാപ്പാനീസ് എമലോ. സാധാരണ അറിയാലോ, തക്കാളി ഒരുപാട് ഗുണമുള്ളതാണ്. പിന്നെ നമ്മളിതിങ്ങനെ തുടങ്ങാനുള്ള കാരണം ഈ കൊറോണ ടൈമിൽ അല്ലാതെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴെല്ലാവരും പുറത്ത് വരാനും ഒക്കെ ബുദ്ധിമുട്ടായപ്പോൾ വൈഫിന് ഈ ഗാർഡനിങ്ങിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. അപ്പോൾ ആ അറിവില്ലാത്തപ്പോൾ അവർ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചപ്പോൾ ധാരാളം ബുക്സുകൾ ആമസോണിൽ നിന്ന് അമേരിക്കൻ്റെ ക്ലൈമറ്റും കാലിഫോർണിയയിൽ എങ്ങനെയാണെന്നൊക്കെ വിളയുന്നത്, ടൊമാറ്റോസ് എങ്ങനെ വളർത്താം. ഇത് വൈറ്റ് ബ്രിഞ്ചോളാണ്. ഇത് എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള? ഓൾമോസ്റ്റ് ഒരു 16 രാജ്യം നിന്നുള്ള സീഡ്സാണ് ഇവിടെ ഉള്ളത്. പിങ്ക് ബംബിൾ ബീ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇത് നമ്മൾ ചെറിയ ടൊമാറ്റോ തന്നെ. ഇത് ഡിഫറെൻറ്റ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്നത്. ഇത് പിങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ലൈൻസ് ആയിട്ട് വരുന്നത്. മോള് കോവിഡ് ടൈമിൽ അവൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ബിഗിനിങ് അതായിരുന്നു. സ്കൂളിൽ നിന്ന് പറഞ്ഞു ഒരു ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സീഡ് സോ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ ചെടിയാക്കിയിട്ട് തന്നെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് പിന്നെ പകുതി ഞങ്ങളാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ലുലു ആണ് ഞങ്ങൾ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സാധാരണ ഞങ്ങളൊരു ടൊമാറ്റോയുടെ സീഡാണ് കിട്ടിയത്. അതിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഞങ്ങളത് ബേസിക്കായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ നോക്കുമല്ലോ, റീഡ് ചെയ്തിട്ട് എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. ഇതുവരെ വെജിറ്റബിൾസിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടൊമാറ്റോ കണ്ടു. പിന്നെ ആ സീഡ്സ് എവിടെ നിന്ന് സോഴ്സ് ചെയ്യാന്നുള്ളത് ഞാൻ കുറേ റിസർച്ച് ചെയ്തപ്പം 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ലിങ്കും വെച്ചിട്ട് അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനീൻ്റെ ലിങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് നോക്കി. 1-2 പ്രാവശ്യം കിട്ടി. ഇത് ബ്ലൂ ബ്യൂട്ടി ഞങ്ങൾ തൊട്ടവിടെ കാണിച്ച ഇത് റൈപ്പ് ആകുമ്പം റെഡ് കളറായി മാറും. ഇതിപ്പം ഇതുപോലെ ഈ കളറിലേക്ക് ചേഞ്ച് ആവും, റെഡ് കളറിലേക്ക് വിത്ത് പേർപ്പിൾ ഷെയ്ഡ് ഓൺ ടോപ്പ്. നമ്മളിവിടെ ഒന്നും മണ്ണിൽ നട്ടിട്ടില്ല. എല്ലാം ഈ ഗാർഡൻ ഈ ഗ്രോ ബാഗിലും, ഈ കാണുന്നതൊക്കെ ഗ്രോ ബാഗാണ് അല്ലേ, ഈ ഗ്രോ ബാഗിലും പിന്നെ മൂവബിൾ ഗാർഡൻ ബെഡ്. ഈ എക്സ്പെൻസീവ് ടൊമാറ്റോ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, എന്താ എൻ്റെ പേരൊന്നുകൂടി? ജപ്പാനീസ് അമേല ടൊമാറ്റോ. ഓക്കെ, അതിനെന്ത് വില വരും? അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ മാർക്കറ്റിൽ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴങ്ങോട്ട് 380 to 430 ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് പെർ kg. അപ്പോൾ ഈ ടൊമാറ്റോ ഏതെടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യുന്നത് ഹാർട്ടിനാണ് സത്യത്തിൽ. ഇത് ഈ ടൊമാറ്റോൻ്റെ പേര് ആക്ച്വലി ഹംഗേറിയൻ ഹാർട്ട് എന്നാണ്. ഓൾമോസ്റ്റ് 785 ഗ്രാംസ് ആൻഡ് എബോ ആണ് ഇത് വരുന്നത്. 800 കിലോ ഇവിടെ ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ഉമ്മയും വൈഫുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് കാണുന്നതൊക്കെ അവരെന്നെയാണ് പരിപാലിക്കുന്നത്. ഈ തക്കാളികളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇതുപോലെ വളരെ ഇമ്പോർട്ടൻ്റായ ആൾക്ക് കൊടുത്തപ്പോഴേ ചിലർ അത് എത്രമാത്രം, ചിലർക്ക് ഹാർട്ട് പമ്പിങ് ഒക്കെ കുറഞ്ഞ വരാം. അപ്പോൾ അതിൽ സം ഓഫ് ദം എല്ലാം അവർ ചെക്ക് ചെയ്തു. വെരി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളെടുത്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെക്ക് ചെയ്ത് പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഇത് കിട്ടുമോ നോക്കും. അങ്ങനെ 700 kgsോളം ഞങ്ങൾ പലയിടത്തും കഴിഞ്ഞ വർഷം ഈ വർഷം കുറേ ഏകദേശം 300-400 kgs ഉണ്ടായിരുന്നു. എല്ലാം ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇവിടെ ഒന്നും ഒരു ബെനിഫിറ്റിനും വേണ്ടിയല്ല. ഇതും തക്കാളി, ഇതും ടൊമാറ്റോ തന്നെ. ഇതും ടൊമാറ്റോ തന്നെ. ഈ ആപ്പിൾ കളർ കണ്ടോ, ഇതും ടൊമാറ്റോ. എക്സാക്ട്ലി, അതും ടൊമാറ്റോ ആണ്. ഇതിൽ ഇവിടെ ഇപ്പം ചെറിയ ടൊമാറ്റോയിൽ വരുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട്.
ഗ്രേപ്പ് ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ ചെറിയതിനേക്കാളും കുറച്ച് ലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീളമുള്ളത്. പിന്നെ സാധാരണ ബിഗ് ടൊമാറ്റോൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്. അതിൽ ചെറി ടൊമാറ്റോസിൽ സൺ ഗോൾഡ്, കുറേ 3 ടൈപ്പ് ബംബിൾ ബീസ് ഉണ്ട്. പിങ്ക് ബംബിൾ ബീ, സൺറൈസ് ബംബിൾ ബീ അങ്ങനെയുണ്ട്. പിന്നെ സ്റ്റാർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ യെല്ലോ ലോങ് ആയിട്ട് വരുന്നത്. അതൊക്കെ നല്ല മധുരമുള്ളതും നമുക്കിപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ക്രാക്ക് ആവാത്ത ടൈപ്പ് വെറൈറ്റീസാണ്. അതുപോലെ ലോങ് ടൈപ്പ് വരുന്ന ഗ്രേപ്പ് ടൊമാറ്റോസിൽ അവിടെ 2-3 ടൈപ്പ്, ഒന്ന് പിങ്ക് ടൈഗർ, ഒന്ന് ബ്ലഷ് ടൈഗർ, അങ്ങനെ 2-3 ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇപ്പം. ചില്ലിയിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉള്ളത്? ചില്ലിയിൽ ജാൽപിനോ പെപ്പേഴ്സ് എന്ന് പറയുന്നതിൽ തന്നെ 4 വെറൈറ്റീസ് ഇപ്രാവശ്യം ചെയ്തിരുന്നു. ഒന്ന് ബ്രൗൺ അലപ്പിനോ, പിന്നെ പിങ്ക്, റെഡ്, യെല്ലോ. അതുകൂടാതെ അറീബ എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ ആദ്യമായിട്ട് ചെയ്തതാണ്. ഒരു ലൈറ്റ് വൈറ്റ് അല്ല യെല്ലോ അല്ലാത്ത കളറ്. ടൊമാറ്റോസിന് 1 വർഷം വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോൻ്റെ സ്കിന്ന് വെരി തിന്നാണ്. അപ്പോഴത് കാരണം കൊണ്ട് ഇത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം വരെ എത്താം. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഫ്രീസ് ചെയ്ത സാധനം. ഇതൊക്കെ ഇതിപ്പം കഴിഞ്ഞ സീസണിലാണ്, ഈ വർഷം ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ അതിനെ കൊണ്ട് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കും, ഈ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സോസ് ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും അതിൽ പേസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ 100% പ്യൂർ റെഡായിട്ട് ഇവർ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. ഇതൊക്കെയാണ് ഇതുവരെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഇതാണ്. ഇപ്പോൾ കിക്കുംബറൊക്കെ തീർന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റീസ് ഓഫ് ആയത്. ഇനി നിങ്ങൾ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടുള്ള കൃഷി ഇതിലേക്ക് ഇറങ്ങാൻ അങ്ങനെ ഇൻഷാ അല്ലാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വീട്ടിൽ നമ്മളെല്ലാവരും ഇപ്പം എല്ലാ വ്യക്തികളും എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ ഓർഗാനിക് ചെയ്യണം എന്നാണ്. കാരണം നമുക്ക് അൽഹംദുലില്ലാ ഒരു മനുഷ്യനും ടൈമില്ലാത്തതില്ല, എല്ലാവർക്കും ടൈമുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും ഒരു 50 വർഷം ജീവിക്കുന്നവർ ഒരു 70 വർഷം ജീവിക്കും.